UDF-നോട് PV അൻവർ ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെട്ടതിൽ പരിഹാസവുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്. ഇത് അൻവറും UDF-ഉം തമ്മിലുള്ള പ്രശ്നമാണ്. ആ പ്രശ്നങ്ങൾ UDF ചർച്ച ചെയ്യട്ടെ. അൻവറിനെ UDF മുഖ്യമന്ത്രി പോലും ആക്കിയേക്കും, അദ്ദേഹം വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പിൽ അൻവർ കത്രിക ചിഹ്നത്തിലും മത്സരിക്കും. കത്രിക ചിഹ്നം ലഭിച്ചതിൽ വളരെ സന്തോഷമെന്നാണ് അൻവർ പ്രതികരിച്ചത്. കത്രിക പൂട്ടിയവരെ കത്രിക കൊണ്ടുതന്നെ നേരിടും. പിണറായിയും സതീശനും കത്രിക പൂട്ടുകയായിരുന്നു. നിലമ്പൂരിൽ BJP നില മെച്ചപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ ക്രൈസ്തവ വോട്ടുകൾ കിട്ടിയ പോലെ നിലമ്പൂരിലും ലഭിക്കും. നിലമ്പൂരിൽ BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയെന്ന പ്രചാരണം തെറ്റാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. BJP പ്രചാരണത്തിൽ പിറകിലെന്ന ആക്ഷേപം എതിരാളികൾ കെട്ടിച്ചമക്കുന്നതാണ്. അതിന് അവർക്ക് പ്രത്യേക ലക്ഷ്യമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാൻസർ രോഗിയായ സ്ത്രീയെ വീട്ടിൽ കെട്ടിയിട്ട് ചികിത്സയ്ക്കുള്ള പണം കവർന്നു. ഇടുക്കി അടിമാലി വിവേകാനന്ദ നഗർ സ്വദേശി ഉഷ സന്തോഷിനെയാണ് കെട്ടിയിട്ട് പണം കവർന്നത്. വീടിനെപ്പറ്റി അറിയാവുന്നവരാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് സൂചന. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ മത്സരചിത്രം തെളിയുന്നു. 4 സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയായ ഇന്ന് ഇതുവരെ പത്രികകൾ പിൻവലിച്ചു. ഇനി പ്രമുഖ സ്ഥാനാർത്ഥികളടക്കം 10 പേരാണ് മത്സര രംഗത്തുള്ളത്. PV അൻവറിന്റെ അപരനായി കരുതിയിരുന്ന അൻവർ സാദത്ത് എന്ന സ്ഥാനാർത്ഥിയടക്കം പിന്മാറി. SDPIയുടെ അപര സ്ഥാനാർത്ഥിയും പിന്മാറിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ചെന്ന പരാതിയിൽ KM ഷാജഹാനെതിരെ കേസ്. സ്ത്രീത്വത്തെ അപമാനിച്ചതിനാണ് ഷാജഹാനെതിരെ സൈബർ സെല് കേസെടുത്തിരിക്കുന്നത്. UDF അനുകൂല സംഘടനാ നേതാവായ വനിതയാണ് പരാതി നൽകിയത്. സംഭവത്തില് ഷാജഹാന് ഖേദം പ്രകടിപ്പിച്ചെങ്കിലും യുവതി പരാതി നൽകുകയായിരുന്നു. പൊതുവിടത്തിൽ ഇടപെടുന്ന മുഴുവൻ സ്ത്രീകൾക്കും വേണ്ടിയാണ് തന്റെ പോരാട്ടമെന്ന് പരാതിക്കാരി പറഞ്ഞു. കൊച്ചി കുണ്ടന്നൂര് തേവര പാലത്തിലെ ടാരിങ് പൊളിഞ്ഞു നീങ്ങി തുടങ്ങി. പാലത്തില് കുഴികൾ രൂപപ്പെട്ടു. സ്റ്റോണ് മാസ്റ്റിക് അസാൾട്ട് ടാരിങ്ങിലാണ് പാളിച്ച സംഭവിച്ചത്. ജർമ്മൻ ടെക്നോളജിയിൽ നിർമ്മിച്ച ടാരിങ്ങാണ് പൊളിഞ്ഞു തുടങ്ങിയത്. ഇനി വലിയൊരു മഴ നീണ്ടുനിന്നാല് ഇളകിപ്പോയ ഈ ടാരിങ്ങിന്റെ സ്ഥാനത്തു വൻഗർത്തങ്ങൾ ആയിരിക്കാം രൂപപ്പെടുക. അതുവഴി പതിയിരിക്കുന്നത് വൻ അപകടങ്ങളും. ന്യൂസ് ഡെസ്ക് ZPO ന്യൂസ്.